ശ്രീ എസ് എസ്, എങ്ങനെയാണ് ഈ മാൻ പവർ ലൂട്ടിങ് അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്ന മാനവ വിഭവശേഷിയുടെ ശോഷണം തന്നെയാണ് ഈ കുടിയേറ്റം എന്ന് കാണുന്നു? പക്ഷേ എനിക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ട് അതിനെക്കുറിച്ച്, എങ്കിൽ പോലും തെങ്ങുംപള്ളി അങ്ങനെ കാണുന്നു. അത് ഒരുപക്ഷെ ഇവിടുത്തെ AI അടക്കമുള്ള സാധ്യതകൾ കൂടുതലായി എത്തുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ എക്കണോമിയെ ബാധിക്കുകയും മാൻ പവർ കൂടി അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നു, മാനവ വിഭവശേഷി കൂടി അങ്ങ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ വലിയ വലിയ വെല്ലുവിളിയാണോ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്ത്യൻ ഒരു രാഷ്ട്രീയ അതെ അതെ ഒരു അൺഫോക്കസ്ഡ് ഡിസ്കഷനായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താറുമാറായ ഇന്ത്യൻ എക്കണോമി എന്നുള്ളൊരു പദം ഇവിടെ ആരും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അതിനോട് ഞാൻ തികഞ്ഞ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ച ആരംഭിക്കുന്നത് തന്നെയാണ്. എക്കണോമിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ പറയാം. ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിക്കുന്ന ചില സത്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കോവിഡ് ഒന്നാമത്തെ ഫേസും രണ്ടാമത്തെ ഫേസും മൂന്നാമത്തെ ഫേസും ഒക്കെ ഉണ്ടായ കാര്യം താങ്കൾക്കറിയാം. കോവിഡ് ഒന്നാമത്തെ ഫേസ് ഉണ്ടായ സന്ദർഭത്തിൽ ഒരിക്കൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ 21 ദിവസം ലോക്ക്ഡൗൺ നടത്തിയ സന്ദർഭത്തിൽ 36,000 കോടി രൂപയാണ് ഓരോ ദിവസവും ഭാരതത്തിന് നഷ്ടപ്പെട്ടത്. ലോകം മുഴുവൻ ഈ കോവിഡ് വ്യാപിച്ച സന്ദർഭത്തിൽ OECD രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ മേജർ എക്കണോമീസും ഒക്കെ തകർന്ന് തരിപ്പണമായ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ആദ്യം ഒന്നാമത്തെ ഫേസ് വന്നപ്പോഴും നമ്മുടെ GDP പെട്ടെന്ന് താഴ്ന്നു, 4.5% മാറി. രണ്ടാമത്തെ കോവിഡ് വന്നപ്പോഴേക്കും നമ്മുടെ GDP -7.6 പോയി. മൂന്നാമത്തെ കോവിഡ് കഴിഞ്ഞ് പോസ്റ്റ് കോവിഡ് സാഹചര്യം വന്നപ്പോൾ നമ്മുടെ എക്കണോമി 7.52 തിരിച്ചെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിറ്റിഗേഷൻ്റെ കാര്യത്തിലും റിസലിയൻസിൻ്റെ റിസലിയൻസ് എന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലോട്ട് എത്തുന്ന കാര്യത്തിലും പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്ന കാര്യത്തിലുമൊക്കെ ഇന്ത്യൻ എക്കണോമി വളരെ സ്ട്രോങ് ആണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് ഉദ്ദേശിച്ചത്. അതേസമയത്ത് ലോകരാഷ്ട്രങ്ങൾ ഇതിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ത്യൻ എക്കണോമി താറുമാറായി എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ അതിനകത്ത് ഞാൻ ചെറുതായി ആഡ് ചെയ്തോട്ടെ ശ്രീ എസ് എസ് നായർ. കാരണം എനിക്ക് എക്കണോമിക്സിനെ അങ്ങനെ നിങ്ങളെപ്പോലുള്ള വിദഗ്ധർ പറയുന്നതല്ലാതെ അറിയില്ല. ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്, താങ്കളിപ്പോൾ പറഞ്ഞത് കൊണ്ട് ഓർക്കുന്നത്, അഖിലേഷ് യാദവിൻ്റെ ഒരു നിരീക്ഷണമാണ്. അതായത് ഈ ഡീമോണിറ്റൈസേഷൻ്റെ കാലഘട്ടത്തിൽ, കാരണം ഇന്ത്യൻ എക്കണോമി പല ഘട്ടങ്ങളിലും മറ്റു രാജ്യങ്ങളെപ്പോലെ റെസിഷനൊക്കെ വന്ന് തകർന്നടിയുമ്പോൾ സാമ്പത്തിക മാന്ദ്യം, അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ ഒരു സ്റ്റെബിലിറ്റി പലപ്പോഴും കാണാറുണ്ട്. എത്ര തകർന്നു വീണാലും, എത്ര മോശമായാലും സച്ചിൻ ടെണ്ടുൽക്കറിന് ഒരു നിലവാരം കാണുമെന്ന് പറയുന്ന കണക്ക് ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യൻ ബാങ്കുകളിലും ആ ഒരു ആൾട്ടർനേറ്റ് എക്കണോമി ശക്തമായതുകൊണ്ടാണ് എന്നൊക്കെയാണ് ശ്രീ അഖിലേഷ് യാദവ് നിരീക്ഷിച്ചത്. ആ ആൾട്ടർനേറ്റ് എക്കണോമിയെ കൂടി തകർക്കുന്ന രീതിയിലേക്ക് മോദി പോയാൽ അതിന് പ്രാപ്തമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്താം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കോവിഡ് കാലത്തും അല്ലെങ്കിൽ 36,000 കോടി ചിലവാക്കേണ്ടി വരുന്നു, ഇതൊക്കെ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് കാണിക്കുമ്പോൾ അത് കൃത്യമായൊരു ആർക്കെങ്കിലും ഇപ്പോൾ ഭരിക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ളൊരു സ്റ്റെബിലിറ്റിയായി അതിനെ നിരീക്ഷിക്കാനാകുമോ? ഇല്ല, അങ്ങനെ ആവില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, എക്കണോമി സ്റ്റെബിലിറ്റി എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റെഗുലേറ്ററി സിസ്റ്റം ഇന്ത്യയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്കുകളെ നിരീക്ഷിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വാച്ച് ഡോഗാണ്. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് മേഖല നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് മേഖല ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു മേഖല കൂടിയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട ഒരു വാച്ച് ഡോഗാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഉണ്ടായിരുന്ന ആ സ്റ്റെബിലിറ്റിയുടെ പവർ, ഒരു അയൺ ഹാൻഡ് തുടർന്ന് നിലനിൽക്കാനാകുമോ? എൻ്റെ സംശയമാണ്. എനിക്കറിയില്ല, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇല്ല,
ആ സംശയം അസ്ഥാനത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിക് സിറ്റുവേഷൻ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് എക്കണോമിയിൽ നിന്ന് ഒരു മിക്സഡ് എക്കണോമിയിലോട്ട് ഇന്ത്യ കടന്നു വന്ന കാര്യം താങ്കൾക്ക് അറിയാവുന്നതാണ്. ഏതാണ്ട് 91-96 കാലഘട്ടത്തിലാണ്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്ക് LPG നിലവിൽ വരുന്നത്. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും വരുന്നതും അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിന്ന് ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമായിട്ട് വന്നിരിക്കുന്നു. ഉദാഹരണത്തിന് എല്ലാ രാഷ്ട്രങ്ങൾക്കും കടമെടുക്കേണ്ടതായിട്ടുണ്ട്, സ്റ്റേറ്റുകൾ കടമെടുക്കുന്നു. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നൊരു മേഖലയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താങ്കൾ ഇവിടെ ചോദിച്ചു, ഞാനും പല ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുമ്പോൾ അത് ഇപ്പോൾ ഏതാണ്ട് 2022 തോന്നുന്നു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വന്നപ്പോൾ പലരും പ്രൈവറ്റൈസേഷനെക്കുറിച്ചും പ്രൈവറ്റൈസേഷൻ ഇതാ കടന്നു വരുന്നു, തകർച്ചയുടെ വക്കിലാണ് ഇതൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഇവിടെ ഏതാണ്ട് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന്, ഒരു ഓഫ് ലോഡിങ് നടന്നു എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കും. ഡൈലൂഷൻ ഓഫ് അസറ്റ് കുറച്ച് നടന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധ്യമാവുള്ളൂ. ഉദാഹരണത്തിന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ കാര്യം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് IPO രംഗത്ത് വന്ന അന്ന് മുതൽ 5 വർഷക്കാലത്തേക്ക് ഉള്ള കോർപ്പറേഷൻ്റെ ഭാവി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റേക്കിൻ്റെ ഏതാണ്ട് 25% ഓഫ് ലോഡിങ് നടത്താൻ പാടില്ലെന്നാണ് ഭേദഗതി വരുത്തി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 5 വർഷം കഴിഞ്ഞാൽ ആൻഡ് ദെയർ ആഫ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 49% താഴെ മാത്രമേ ഓഫ് ലോഡിങ് നടത്താവൂ എന്ന് പറയുമ്പോൾ 51% ഓഫ് ലോഡിങ് നടത്തുമ്പോഴാണ് അതൊരു പ്രൈവറ്റൈസേഷൻ മേഖലയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അമെൻമെൻറ്റ്സിൽ കൂടി ഇവിടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ പകരുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് തള്ളി പറയാൻ സാധ്യമല്ല. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഒരു ഇൻകമാണ്, നമ്മുടെ ഫണ്ട് റേസിംഗ് ആണ്, നമ്മുടെ ക്ഷേമ പദ്ധതികൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഇൻഫ്രാസ്ട്രക്ചറിന് ഉപയോഗിക്കാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആണ്, സ്റ്റെബിലിറ്റി ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരുപാട് ട്രാൻസ്ഫർമേഷൻസ് കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ എന്നൊക്കെ പറയുമ്പോഴും ഒരു വെൽഫെയർ എക്കണോമിക്ക് വേണ്ടി ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വെൽഫെയർ എക്കണോമി ഞാൻ സൂചിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് രഞ്ജിത് കാർത്തികേയന് മനസ്സിലാകില്ല. അത് അദ്ദേഹം ആ ഒരു വെൽഫെയർ സ്റ്റൈലിലല്ല, ഞാനൊരു ഇന്റഗ്രൽ ഹ്യൂമനിസം എന്ന് പറയുന്ന വെൽഫെയർ സ്റ്റേറ്റും അതായത് ഏകാത്മ മാനവ ദർശനം കോൺസെപ്റ്റിലാണ് ഞങ്ങളുടെ ഒരു ട്രെയിനിങ്. ഡെവലപ്മെന്റ് ഉണ്ടാകണം. ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കാര്യം നിങ്ങൾ വാസ്തവം പറഞ്ഞാൽ, എനിക്ക് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് US കാര്യം കൂടെ, രാമരാജ്യം അത് തന്നെയാണ്. രാമരാജ്യം 100%. കാരണം രാമരാജ്യം എന്ന് പറയുന്ന നിങ്ങളും ഇപ്പോഴത്തെ ഭരണാധികാരികൾ പറയുന്ന പോലല്ലേ യഥാർത്ഥ രാമന്റെ യഥാർത്ഥ രാജ്യം, കൂടെ തകർന്ന് മരിച്ചുപോയ വയോവൃദ്ധന്റെ എന്തിനാണ് ഒരു പൂർത്തീകരിച്ചില്ല. ശ്രീ SS നായർ ഒന്ന് പൂർത്തീകരിക്കട്ടെ. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, നമുക്ക് തമ്മിലടിക്കാം. ശ്രീ SS ആ ഒരു പോയിന്റ് എന്നെ അവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ റിട്ടാർട്ട് ചെയ്തേ. അങ്ങനെയാണല്ലോ ലോക്കപ്പ് ആകരുതല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനൊരു റെസ്പോൺസ് വേണമല്ലോ അജിംഷാ. തീർച്ചയായിട്ടും എൻജോയ്. കംപ്ലീറ്റ്. അപ്പോൾ ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഒരുപാട് സംഭവിച്ചു. ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഒരുപാട് സംഭവിച്ചു, ഒരുപാട് വളർച്ചകളുണ്ടായി, സമസ്ത മേഖലകളിലും ഗ്രോത്ത് ഉണ്ടായി. ഗ്രോത്ത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്ക് പരിപൂർണമാക്കാൻ സാധിച്ചിട്ടില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏതാണ്ട് 12% ആളുകൾ ഇന്നും ദാരിദ്ര്യ മേഖലയിൽ ഉണ്ട്. അതുപോലെ തന്നെ ജോബ്ലെസ്, തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കപ്പെടുമ്പോഴാണ് ഒരു വെൽഫെയർ
എക്കണോമി നമ്മളെ തേടി വരുന്നത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ശ്രീ രഞ്ജിത്ത് മറ്റൊരു കാർത്തികേയനിലേക്ക് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കാതെ പോയൊരു പ്രധാനപ്പെട്ട പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്തോളൂ. എനിക്ക് രാജേന്ദ്രൻ ഒരു പന്തളത്തിലെ കാര്യം ഒരു കൂടി, പാവം ഒരു കാര്യം കർഷകൻ അവിടെ ഇരിപ്പുണ്ട്. മറ്റൊരു കാര്യം ഒരു മാധ്യമ അതെ, പ്രവർത്തകൻ അതെ, കം അതെ. കർഷകൻ ഒരു ഇരിപ്പുണ്ട്. കാര്യം കൂടി എനിക്ക് ശ്രീ രാജേന്ദ്രൻ പന്തളം, സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം ഒരുപാട് നേരം അൺഓർഗനൈസ്ഡ് ഇരിക്കും. ഞാൻ സേസസ് നായർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. അതെ 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 അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അൺഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ് ഇന്നുള്ളത്. അൺഓർഗനൈസ്ഡ് സെക്ടറും അതുപോലെ പെൻഷൻ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ പെൻഷൻ ഉണ്ടായിട്ടും കഷ്ടപ്പെടുന്ന ആളുകൾ, ഈ മേഖലയെ ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല, അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നു.